നമസ്കാരം. ഇറാൻ യുദ്ധം തുടരുമ്പോൾ ബ്രിട്ടനിലെ ജൂത വംശജരോട് ജാഗ്രത പാലിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ ജൂത സമൂഹത്തിന് നേർക്ക് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്ന വിവരം. മാത്രമല്ല, ജൂതരുടെ ആരാധനാലയങ്ങളായ സിനഗോഗുകൾക്കും വൻതോതിലുള്ള സുരക്ഷയാണ് ഇപ്പോൾ സർക്കാർ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജൂതന്മാരുടെ പല സംഘടനകളും ഇപ്പോൾ തങ്ങളുടെ സമുദായങ്ങളോട് വളരെ കരുതലോടുകൂടി ജീവിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജൂത സമൂഹം എന്തെങ്കിലും ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോഴൊക്കെ തന്നെ വളരെ ജാഗ്രത പാലിക്കണം എന്നാണ് ഈ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അപരിചിതരായ ആളുകളെ കടത്തിവിടരുത് എന്നും, വീടുകളിൽ ആരെങ്കിലും വന്ന് കോളിംബെല്ലടിക്കുകയോ മുട്ടി വിളിക്കുകയോ ചെയ്താൽ പോലും അതാരാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വാതിൽ തുറക്കാവൂ എന്നുപോലും ഇപ്പോൾ ഈ സംഘടനകൾ ജൂത വംശജർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ബ്രിട്ടനിൽ ഇപ്പോൾ നിരന്തരമായി ഫലസ്തീൻ അനുകൂല റാലികൾ നടക്കുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ബ്രിട്ടനിലെ ജൂത വംശജർ വളരെയേറെ മുൻകരുതലോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത്. എങ്കിലും ഇപ്പോൾ യുദ്ധം കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പ്രതികാരത്തിനായി ഫലസ്തീൻ അനുകൂലികൾ എന്തെങ്കിലും ആക്രമണം നടത്തുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജൂയിഷ് സിനഗോഗുകൾക്കും അതുപോലെ അവരുടെ സ്ഥാപനങ്ങൾക്കുമൊക്കെ തന്നെ സുരക്ഷ ഇരട്ടിയാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ ആരംഭിച്ചതോടുകൂടി തന്നെ ലണ്ടനിലെ ഇസ്രായേൽ എംബസി ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള ഇസ്രായേൽ എംബസികളും ഇത്തരത്തിൽ അടച്ചുപൂട്ടും എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഒരുപക്ഷെ തീവ്രവാദി ആക്രമണത്തെ മുൻനിർത്തിയായിരിക്കാം ഈ എംബസികൾ അടച്ചുപൂട്ടിയത് എന്നാണ് കരുതപ്പെടുന്നത്. മാത്രവുമല്ല, വിദേശ രാജ്യങ്ങളിലുള്ള ഇസ്രായേൽ പൗരന്മാർ തങ്ങളുടെ വിശദാംശങ്ങൾ സർക്കാരിനെ അറിയിക്കണമെന്ന് ഇതിന് പ്രത്യേകമായ ഒരു ഫോം തയ്യാറാക്കിയിട്ടുണ്ട് എന്നുമാണ് ഇസ്രായേൽ വിദേശകാര്യ വകുപ്പ് അറിയിക്കുന്നത്. ഒരുപക്ഷെ പെട്ടെന്ന് തിരികെ വിളിക്കേണ്ടി വന്നാൽ രാജ്യത്തേക്ക് അതിനുവേണ്ടിയുള്ള മുൻകരുതലിനായിട്ടാണ് ഇവരുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇസ്രായേൽ പൗരന്മാർ തങ്ങളുടെ യാത്രകളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നത് ശ്രദ്ധിച്ച് വേണം എന്നാണ് ഇപ്പോൾ നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ്. കുടുംബത്തോടു കൂടി യാത്ര ചെയ്യാനോ അതല്ലെങ്കിൽ വലിയൊരു കൂട്ടം ആളുകൾ ജൂതവംശർ ഒത്തുചേർന്ന് ഏതെങ്കിലും വിനോദയാത്രയ്ക്കൊക്കെ പോകുന്ന കാര്യങ്ങൾ ഫേസ്ബുക്കിലോ മറ്റോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീവ്രവാദികൾ അവിടെ എത്തി അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു മുൻകരുതൽ നിലനിർത്തിയാണ് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഫേസ്ബുക്കിലോ മറ്റോ ഇടരുത് എന്നിപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ബ്രിട്ടനിലെ ജൂത സമൂഹം അങ്ങേയറ്റം കരുതലോടുകൂടി തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സംഭവ വികാസങ്ങൾ നോക്കിക്കാണുന്നത്.